ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നേരത്തെ പൂർത്തിയായിരുന്നു. സെമി ഫൈനൽ ലൈനപ്പ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. റയൽ മാഡ്രിഡ് ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങിക്കൊണ്ട് പുറത്ത് പോവേണ്ടി വന്നു എന്നുള്ളത് തന്നെയായിരുന്നു ഈ ഒരു ക്വാർട്ടർ ഫൈനലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതിന് പിന്നാലെ സ്കോർ 19 ഏറ്റവും പുതിയ ബാലൻഡിയോർ പവർ റാങ്കിങ് പ്രസിദ്ധീകരിച്ചിരുന്നു. എടുത്തു പറയേണ്ട കാര്യം റയലിൻ്റെ സൂപ്പർ താരങ്ങൾ പലരും കൂപ്പുകുത്തി വീണു എന്നുള്ളതാണ്. അതായത് ആദ്യ സ്ഥാനങ്ങളിൽ നിന്നും അവർക്ക് അവസാന സ്ഥാനങ്ങളിലേക്ക് ഇപ്പോൾ വീഴേണ്ടി വന്നിട്ടുണ്ട്. ഏതായാലും ആ റാങ്കിങ് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാം സ്ഥാനത്ത് ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീഞ്ഞയാണ്. രണ്ടാം സ്ഥാനത്തേക്ക് കയറി വരാൻ പെഡ്രിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാം സ്ഥാനത്ത് ലാമിൻ യമാലാണ് വരുന്നത്. നാലാം സ്ഥാനത്ത് മുഹമ്മദ് സലാ വരുന്നു. അഞ്ചാം സ്ഥാനത്ത് വരുന്നത് ഡെംബലയാണ്. ആറാം സ്ഥാനത്ത് ഇപ്പോൾ റോബർട്ട് ലെവൻഡോസ്കി വരുന്നു. ഏഴാം സ്ഥാനത്തേക്ക് എത്താൻ റൈസിന് കഴിഞ്ഞിട്ടുണ്ട്. എട്ടാം സ്ഥാനത്ത് ലൗറ്ററോ മാർട്ടിനസ്. ഒൻപതാം സ്ഥാനത്ത് വീറ്റീഞ്ഞ. പത്താം സ്ഥാനത്ത് ബറല്ല വരുന്നു. ആദ്യ 10-ൽ ഒരൊറ്റ റയൽ മാഡ്രിഡ് താരങ്ങൾ പോലുമില്ല. 11-ാം സ്ഥാനത്ത് വാൻഡൈക്ക്. 12-ാം സ്ഥാനത്ത് അഷ്റഫ് ഹക്കീമി. 13-ാം സ്ഥാനത്താണ് ഇപ്പോൾ കിലിയൻ എംബപ്പയുള്ളത്. നമുക്കറിയാം ആദ്യ 3 സ്ഥാനങ്ങളിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു താരമാണ് കിലിയൻ എംബപ്പെ. എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോൾ 13-ാം സ്ഥാനത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. 14-ാം സ്ഥാനത്ത് ബുക്കയോ സാക്ക. 15-ാം സ്ഥാനത്ത് ക്വാരഷ്കേലിയ വരുന്നു. 16-ാം സ്ഥാനത്ത് ബാസ്റ്റോണിയാണ്. 17-ാം സ്ഥാനത്ത് ഗബ്രിയേൽ മഗല്ലസ് വരുന്നു. 18-ാം സ്ഥാനത്താണ് ബെല്ലിംഗ്ഹാം ഉള്ളത്. 19-ാം സ്ഥാനത്താണ് വിനീഷ്യസ് ജൂനിയർ ഉള്ളത്. അവരൊക്കെ ഏറെ പിറകിലേക്ക് തള്ളപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. 20-ാം സ്ഥാനത്ത് ഹൂലിയൻ ആൽവരസ് വരുന്നു. ഇങ്ങനെയാണ് സ്കോർ 19 ഒരു ബാലൻഡിയോർ പവർ റാങ്കിങ് വരുന്നത്. FC ബാഴ്സലോണയുടെ താരങ്ങൾ ഇപ്പോൾ ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. റയൽ മാഡ്രിഡ് താരങ്ങൾ പിറകിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.